പ്രീമിയം അടച്ചതിന് ശേഷവും ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് മെഡിക്കൽ ക്ലെയിം നിയമപരമായി നിരസിക്കാൻ കഴിയുമോ? ഒരു പോളിസി ഉടമ ഒരിക്കലും വായിക്കാത്തതും എന്നാൽ നിയമപരമായി സമ്മതിച്ചതുമായ ഒരു ക്ലോസ് കാരണം ക്ലെയിം നഷ്ടപ്പെടുമോ? നിരന്തരം കൺസ്യൂമർ ഫോറങ്ങളിലും ഇൻഷുറൻസ് കമ്പനികളിലും കോടതികളിലുമൊക്കെ ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ഇവ. ഇൻഷുറൻസ് തർക്കങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദ്യമേ തന്നെ മനസ്സിലാക്കുക, ഓരോ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയും ഓരോ കോൺട്രാക്റ്റ് മാത്രമാണ്. മിക്ക ഇൻഷുറൻസ് തർക്കങ്ങളും ഉണ്ടാകാൻ കാരണം അശ്രദ്ധ തന്നെയാണെന്ന് പറയേണ്ടി വരും. വിശദമായി നമുക്ക് പരിശോധിക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം പ്രധാനമായും വരുന്നത് കോൺട്രാക്ട് ലോ, ഇൻഷുറൻസ് റെഗുലേഷൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ എന്നിവയുടെ കീഴിലാണ്. ഓരോ പോളിസി ഇഷ്യൂ ചെയ്യുന്ന നിമിഷം മുതൽ അവകാശങ്ങളും കടമകളും ഇരുവശവും, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ വശത്തും ഇൻഷുറൻസ് എടുത്ത ആളുടെ വശത്തും കൃത്യമായി തന്നെ കരാർ പ്രകാരം നിശ്ചയിക്കപ്പെടുന്നു. ഇൻഷുറൻസ് നിയമപ്രകാരം പോളിസി എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതും എന്നാൽ ചെയ്യാതിരിക്കുന്നതുമായ കാര്യങ്ങൾ ഉണ്ട്. പലപ്പോഴും ഏജന്റിന്റെ വാക്ക് മുഖവിലക്കെടുത്ത് മാത്രം നമ്മൾ പോളിസികൾ എടുക്കുന്നു. നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി അഥവാ മുൻകാല രോഗാവസ്ഥകൾ ഒക്കെ കൃത്യമായി തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഇത് മറച്ചു വെക്കുക വഴി ഭാവിയിൽ ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാകാനിടയുണ്ട്. സാരവത്തായ വസ്തുതകൾ വെളിപ്പെടുത്താത്തത് ക്ലെയിം നിരസിക്കുന്നതിന് നിയമപരമായി ന്യായീകരണമാകുമെന്ന് കോടതികൾ സ്ഥിരമായി തന്നെ വിധിച്ചിട്ടുണ്ട്. പോളിസി എടുക്കുന്ന സമയത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ടതാണ്. ഏതെങ്കിലും അസുഖങ്ങൾക്ക് പരിരക്ഷ ലഭിക്കുന്നതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ? ഡെഫിനിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡെഫിനിഷൻസ് ഏത് രീതിയിലാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മുറിവാടക, ICU തുടങ്ങിയവയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിധികളുണ്ടോ? പ്രസ്തുത ഇൻഷുറൻസ് കമ്പനിക്ക് ടൈഅപ്പ് ഉള്ള ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ്, ഇവയൊക്കെ വളരെ ശ്രദ്ധാപൂർവം തന്നെ പരിശോധിക്കണം. ഈ വ്യവസ്ഥകൾ പിന്നീട് ക്ലെയിം അപ്രൂവ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. പോളിസി വാങ്ങിക്കഴിഞ്ഞാൽ പോളിസി ഡോക്യുമെന്റ് കൃത്യമായി തന്നെ വായിച്ച് മനസ്സിലാക്കുക. എന്നാൽ ആളുകൾ അത് വീണ്ടും വായിക്കുന്നത് വളരെ അപൂർവമാണ്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മളൊക്കെ പിന്നീട് ഈ പോളിസിയെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. എന്നാൽ ആ ഘട്ടത്തിൽ ക്ലെയിം പ്രോസസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രോസസ് അല്ല എന്ന് മനസ്സിലാക്കുക. നിയമപരമായ ഒരു പ്രക്രിയയായിട്ട് ഈ ക്ലെയിം പ്രോസസ്സ് മാറുന്നു. ക്ലെയിമുകൾ രണ്ട് രീതിയിലാണ് പ്രോസസ്സ് ചെയ്യപ്പെടുക. ഒന്ന് ക്യാഷ്ലെസ് ക്ലെയിമും രണ്ടാമത്തേത് റീഇംബേഴ്സ്മെന്റും. എന്താണ് ക്യാഷ്ലെസ് ക്ലെയിം? ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പോളിസി നിബന്ധനകളും ഇൻഷുറൻസ് മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചാണ് പ്രവർത്തിക്കുക. അതിനായി ഒരു നെറ്റ്വർക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സ നേടിയിരിക്കണം. സമയബന്ധിതമായ അറിയിപ്പ് നൽകിയിരിക്കണം. പ്രീ ഓതറൈസേഷൻ, അപ്രൂവൽ ഇവയൊക്കെ കൃത്യമായി തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇൻഷുറൻസ് കരാർ പ്രകാരം ചികിത്സാ ചെലവ് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ലഭിക്കും. കാരണങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലെയിം നിരസിച്ചെന്നും വരാം. എന്തു തന്നെ ആയാലും IRDAയുടെ നിയന്ത്രണ പ്രകാരം നിശ്ചിത സമയത്തിനുള്ളിൽ കമ്പനി തീരുമാനങ്ങൾ നിങ്ങളെ രേഖാമൂലം അറിയിക്കണം എന്ന് നിയമം ആവശ്യപ്പെടുന്നു. എല്ലായ്പ്പോഴും രേഖാമൂലമുള്ള അംഗീകാരമോ അതല്ലെങ്കിൽ രേഖാമൂലമുള്ള നിരസിക്കലോ ആവശ്യപ്പെടുക. റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആണ് റീഇംബേഴ്സ്മെന്റ് ക്ലെയിമുകൾ തീർപ്പാക്കുന്നത്. ഇൻഷുറൻസ് നിയമങ്ങൾ പ്രകാരം ഉള്ള എല്ലാ രേഖകളും സമർപ്പിക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ക്ലെയിം പ്രോസസ്സ് ചെയ്തിരിക്കണം. ഏതെങ്കിലും രേഖകൾ ഇല്ലാതെ വരികയോ പൊരുത്തമില്ലാതെ വരികയോ ഒക്കെ ചെയ്താൽ നിയമപരമായി പേയ്മെന്റ് വൈകിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്തേക്കാം. ഇൻഷുറൻസ് തർക്കങ്ങളിൽ രേഖകൾക്കാണ് വിശദീകരണങ്ങളെക്കാൾ വില എന്ന് മനസ്സിലാക്കുക. ഒരു ക്ലെയിം നിരസിക്കപ്പെട്ടു എന്നുള്ളത് അന്തിമമായ ഒരു കാര്യമല്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കമ്പനി രേഖാമൂലമുള്ള കാരണങ്ങൾ നൽകണം. ഏത് പോളിസി ക്ലോസ് പ്രകാരമാണ് ക്ലെയിം നിരസിച്ചതെന്ന് വ്യക്തമാക്കണം. പോളിസി ഉടമയ്ക്ക് ഏകപക്ഷീയമായ ക്ലെയിം നിരസിക്കലിനെ ചോദ്യം ചെയ്യാനാകും. പോളിസി കണ്ടീഷന് വിപരീതമായാണ് കമ്പനി പ്രവർത്തിച്ചതെങ്കിൽ തീർച്ചയായും വിശദീകരണം ആവശ്യപ്പെടുക. എപ്പോഴും രേഖാമൂലം, അതായത് ഇമെയിൽ പോലുള്ള സംവിധാനങ്ങൾ വഴി മാത്രം ആശയവിനിമയം നടത്താൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ രേഖാമൂലമുള്ള പ്രതികരണം അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. തർക്ക പരിഹാരങ്ങൾ എങ്ങനെയൊക്കെ നേടാം? ഇൻഷുറൻസ് തർക്കങ്ങൾ തീർച്ചയായും ഉപഭോക്തൃ തർക്കങ്ങളാണ്. ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ സംവിധാനം, റെഗുലേറ്ററി പരാതി സംവിധാനം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്നിവ വഴിയൊക്കെ തീർപ്പാക്കാൻ സാധ്യമാണ്. ഉപഭോക്തൃ ഫോറങ്ങൾ പ്രധാനമായി പരിശോധിക്കുന്നത് പോളിസി നിബന്ധനകൾ, പോളിസി എടുക്കുമ്പോൾ ഉള്ള നമ്മളുടെ വെളിപ്പെടുത്തലുകൾ, മെഡിക്കൽ രേഖകൾ എന്നിവയൊക്കെയാണ്.
കോടതികൾ ഇൻഷുറൻസ് കമ്പനിയെയോ പോളിസി ഉടമകളെയോ അനുകൂലിക്കുന്നില്ല. അവർ കൃത്യമായി പോളിസി കരാറും നിയമവും നടപ്പാക്കും. മനസ്സിലാക്കുക, ഓരോ ഇൻഷുറൻസ് പോളിസികളും ഒരു കരാർ മാത്രമാണ്. ആ കരാറിലെ നിബന്ധനകൾ ആണ് പോളിസി ഡോക്യുമെന്റ്. നമ്മൾ എടുത്ത പോളിസി ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി ആ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് പക്ഷത്തിന്റെയും, അതായത് കമ്പനിയുടെയും പോളിസി എടുത്ത ആളുകളുടെയും ചുമതലകളും അവകാശങ്ങളും ആ രേഖയിൽ കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോളിസി എടുത്തതിന് ശേഷം അല്ല, എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയാൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വൈകാരിക സംരക്ഷണമല്ല, അത് നിയമപരമായ സംരക്ഷണമാണ്. ശരിയായി മാത്രം പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുക, ശരിയായി ക്ലെയിം പ്രോസസ് ചെയ്യുക, നിയമപരമായി പ്രതികരിക്കുക. നിയമങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓപ്ഷണൽ അല്ല, അത് നമ്മുടെ സുരക്ഷയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്